കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി പേപ്പറിൽ നിന്നുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഭാഗങ്ങളുമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. തായ്ലാൻഡിൽ നടന്നിട്ടുള്ള വിവരമാണ്. മുൻ പ്രധാനമന്ത്രി തക്സീൻ ഷിനവത്രയുടെ മകൾ പയേത് തുങ്സാങ് ഷിനവത്ര 37 വയസ്സ് പുതിയ പ്രധാനമന്ത്രിയായി. തായ്ലാൻഡിൻ്റെ ചരിത്രത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും രണ്ടാമത്തെ വനിതയുമാണ് ഷിയു തായ് പാർട്ടി അംഗമായ പയേത് തുങ്സാങ്. പ്രധാനമന്ത്രിയായിരുന്ന ശ്രത്ത തിവിസിനെ അഴിമതി കേസിൽ സുപ്രീം കോടതി പുറത്താക്കിയതാണ് ഇവരുടെ വരവിനിടയാക്കിയത് എന്താണ്? പഴയ പ്രധാനമന്ത്രിനെ അഴിമതി കേസിൽ സുപ്രീം കോടതി അയോഗ്യയാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആരാണ്? പയേത് തുങ്സാങ് ഷിനവത്രയാണ് പുതിയ പ്രധാനമന്ത്രി തായ്ലാൻഡിൻ്റെ. അടുത്ത ചോദ്യം, അവർ ഏത് പാർട്ടിക്കാരിയാണ് എന്നും കൂടിയുണ്ട്. ഏതാണ്? ഷിയു തായ് പാർട്ടി അംഗമാണ് കേട്ടോ. അടുത്തത് ആരോഗ്യം. ആഫ്രിക്കയിലെ എംപോക്സ് ബാധയെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇൻ്റർനാഷണൽ കൺസേൺ എന്ന കാറ്റഗറിയിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ഇക്കൊല്ലം ആഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്തത് 15,132 എംപോക്സ് കേസാണ്. അതിൽ 537 പേര് മരിച്ചു. 16 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംപോക്സ് വൈറസ് പടർന്നു. ഏറ്റവും അധികം കേസ് DR കോങ്കോയിൽ ആണ്. ഇവിടെ ഇക്കൊല്ലം 461 പേർ മരിച്ചു. പാകിസ്ഥാനിൽ 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തത് ബഹുമതി. അമേരിക്കൻ ആസ്ഥാനമായ സന്നദ്ധ സംഘടന വക്ലാവ് ഹാവൽ സെൻറ്ററിൻ്റെ ഡിസ്റ്റർബിംഗ് പീസ് അവാർഡ് അരുന്ധതി റോയ്ക്ക് കിട്ടി. അപ്പോൾ അരുന്ധതി റോയ്ക്ക് ഡിസ്റ്റർബിംഗ് പീസ് അവാർഡ്, അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള സന്നദ്ധ സംഘടനയാണ് വക്ലാവ് ഹാവൽ സെൻറ്റർ. അതിൻ്റെ ഡിസ്റ്റർബിംഗ് പീസ് അവാർഡ് അരുന്ധതി റോയ്ക്ക് ലഭിച്ചു. ഇറാനിലെ സംഗീതജ്ഞൻ തൂമാജ് സലേഹിക്കും ഇതേ പുരസ്കാരമുണ്ട്. സമൂഹത്തിലെ പിന്നാക്കക്കാരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ശബ്ദമായി മാറുന്നവർക്ക് നൽകുന്നതാണ് ഈ പുരസ്കാരം. ചെക്കോസ്ലോവാക്യയുടെ അവസാന പ്രസിഡൻറ്റും ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻറ്റുമായ വക്ലാവ് ഹാവലിൻ്റെ സ്മരണയ്ക്കാണ് ഇത് നൽകുന്നത്. ആർക്കാണ് ലഭിച്ചത്? നമ്മുടെ അരുന്ധതി റോയ്ക്കാണ്. സൂസൻ വൂച്ചിച്സ്കി, യൂട്യൂബ് മുൻ സിഇഒയും ഗൂഗിളിൻ്റെ ആദ്യ ജീവനക്കാരിൽ ഒരാളുമായ സൂസൻ വൂച്ചിച്സ്കി 56 വയസ്സായിരുന്നു. ഓഗസ്റ്റ് 9 അന്തരിച്ചു. ആ ഒരു വിവരം കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രി, അതേപോലെ തന്നെ ലോകാരോഗ്യ സംഘടന ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള എംപോക്സ് ബാധ ആഫ്രിക്കയിലാണ് അത് തുടർന്നുകൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യം. പിന്നെ അതേപോലെ ഡിസ്റ്റർബിംഗ് പീസ് അവാർഡ് എന്ന അവാർഡ് അരുന്ധതി റോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്.